ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമ്മൾ കടക്കുകയാണ്. എല്ലാവരും രണ്ട് കരങ്ങളെയും ഉയർത്തി സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട് ഈശോയെ നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന, യേശുവേ വരുന്ന യേശുവിനെ കണ്ടുകൊണ്ട് എല്ലാവരും ചേർന്ന് സ്തുതിച്ച് ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ ഇതാ നമ്മളൊപ്പം. ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ മുട്ടും അവന്റെ മുൻപിൽ മടങ്ങും. ഹല്ലേലൂയ. എല്ലാ നാവും ഹല്ലേലൂയ പാടി സ്തുതിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവേ, യേശുവേ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. യേശുവേ, യേശുവേ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ശക്തിയോട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോ നീ. പാടാം. സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോ നീ. കരങ്ങൾ ഉയർത്തി. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. ഉറക്കെ ചേർന്ന് പാടാം. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. കുഞ്ഞാടേ വാഴ്ത്തുവിൻ, അവൻ
എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ യേശുവേ ഹല്ലേലൂയ. ആരാധന സ്തുതിയും സ്തോത്രവും കർത്താവേ അങ്ങേക്ക്. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ സ്തുതികൾക്കും യോഗ്യനാണവൻ. അവനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി സ്തുതി സ്തുതി. ഹല്ലേലൂയ. യേശുവേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഭക്തിയോടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ സ്നേഹ ഈശോയോട് ചേർന്ന് നമ്മുടെ കണ്ണീരിൻ്റെ കാലത്ത് യേശു ഏകരക്ഷകനാണെന്ന് ഏറ്റുപറഞ്ഞ് ആരാധനയുടെ മുഴുവനും ശക്തി എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് അപ്പോസ്തലന്മാര് അവനെ ആരാധിച്ചതുപോലെ ആരാധനയുടെ മുഴുവൻ ശക്തി കർത്താവിനെ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് ആരാധിക്കുമ്പോഴാണ് ആരാധന, പുതിയ നിയമത്തിലെ ആരാധന, ഉത്ഥാനം ചെയ്ത് മരണത്തെ ജയിച്ച് അപ്പോസ്തലന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആ നിമിഷം മുതലാണ് പുതിയ നിയമത്തിലെ ആരാധനയ്ക്ക് അക്ഷരവും അർത്ഥവും ലഭിക്കുന്നത്. ഒന്ന് കർത്താവാണ്. കർത്താവ്, യേശുവിനെ കർത്താവെന്ന് പറയുമ്പോൾ മരണത്തിൻ്റെ മേലെ വിജയം നേടിയവനാണ് കർത്താവ്. ജീവന്റെ നാഥൻ എന്നുള്ള അർത്ഥത്തിലാണ് ലോഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അതേസമയം തന്നെ കർത്താവ് ദൈവമാണ്. തിത്തത്തിൻ്റെ 2-ാം പുസ്തകം തമ്പുരാൻ സർവ്വവിധ മഹത്വത്തോടുകൂടി സ്വർഗസ്ഥമായ അവസ്ഥകളിലേക്കാണ് ആരാധനയ്ക്ക് ആശ്രയമാകുന്നത്. ഞാനാണ് ആരാധിക്കുന്നതിൻ്റെ കാരണം കർത്താവ് എൻ്റെതാണെന്ന് തന്നെയാണ്. എൻ്റെ സ്വകാര്യമായ ആത്മബന്ധത്തിൻ്റെ എല്ലാം സ്നേഹം എല്ലാം എൻ്റെ ഒരു ആരാധനയുടെ ഒരു അഡറേഷൻ, ഒരു പേഴ്സണൽ ഡൈമെൻഷനുണ്ട്. അല്ലാതെ ഒരു പ്രാതിഭാസികമായിട്ടുള്ള ദൈവത്തെ എനിക്ക് പ്രത്യേകിച്ച് സൃഷ്ടിയുമെന്നതിനേക്കാളുപരി എനിക്ക് വേണ്ടി എന്നെ വീണ്ടെടുത്തവൻ എന്ന രീതിയിൽ എനിക്കൊരു വ്യക്തിപരമായ ആത്മബന്ധമാണ് ഈശോയോടുള്ളത്. കാര്യം അവൻ എനിക്ക് വേണ്ടിയാണ് വെറുമയായി തീർന്നത്. അവൻ എനിക്ക് വേണ്ടി തന്നെയാണ് ഉയർത്തെഴുന്നേറ്റത്. അവൻ എനിക്ക് വേണ്ടിയാണ് വീണ്ടും വരുന്നത്. അവരെല്ലാം ആ വ്യക്തിയാത്മാവിൻ്റെ സന്തോഷവും ആരാധനയുമൊക്കെ ആ ഒറ്റ വാക്കിലെ, തോമാശ്ലീഹയുടെ ആ ഒറ്റ വാക്കിലുണ്ട്. പുതിയ നിയമത്തിന് ആരാധന പഠിപ്പിച്ച ആളാണ് തോമസ് അപ്പോസ്തലൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശുവേ സ്തുതി സ്തുതി ഹല്ലേലൂയ സ്തുതി. യേശുവേ ആരാധന ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ആരാധന. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ. ഒരുമിച്ച് പാടാം. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ നിന്ന് 18-ാം അധ്യായം 27-ാം വാക്യം. അവൻ പറഞ്ഞു, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഈ തിരുവചനത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും എനിക്ക് അമ്മ മാതാവും ഈശോയും വഴിയായി കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനും അതേപോലെ അത് സാക്ഷ്യപ്പെടുത്തുവാനുമാണ് ഞാൻ ഈ എൻ്റെ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ഇവിടെ നിൽക്കുന്നത്. അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം തുടങ്ങട്ടെ. എനിക്കും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഈ അടുത്തിടെയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം ഞാൻ ഈശോയോടും മാതാവിനോടും നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും ഫലപ്രാപ്തി അണിഞ്ഞില്ല. അപ്പോൾ ആ അവസരത്തിലാണ് ഞാൻ കൃപാസന മാതാവിനെ കുറിച്ച് അറിയുന്നതും മാതാവിൻ്റെ ഉടമ്പടിയെക്കുറിച്ച് അറിയുന്നതും. അങ്ങനെ ഞങ്ങളുടെ അവിടെ നിന്നും കുറച്ച് പേര് ഇതുപോലെ പോരുന്നുണ്ടായിരുന്നു കൃപാസനം പള്ളിയിലേക്ക്. അപ്പം ഞാനും കൂടെ ഇവിടെ പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടാണ് ഞാൻ എൻ്റെ അമ്മ മാതാവിൻ്റെ അരികിലേക്ക് വന്നത്. അങ്ങനെ 2023 ഓഗസ്റ്റ് മാസം 8-ാം തീയതി ഞാൻ ഈ പുണ്യഭൂമിയിൽ വന്ന് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി എടുത്തു. മറ്റുള്ളവർ എഴുതുന്നത് പോലെ തന്നെ ഞാനും 6 നിയോഗങ്ങൾ എഴുതി. അതിൽ പല നിയോഗങ്ങളും എനിക്ക് സാധിച്ചു കിട്ടി. അത് പറയുവാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ പേര് ലിസി. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ചൊവ്വൂർ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഇത് എൻ്റെ ഭർത്താവ് ജോൺസൺ. ഇത് എൻ്റെ മകൻ ലിജീൻ. എൻ്റെ മകൻ ലിജീൻ 2019 ബിടെക് പാസ്സായതാണ്. കുറച്ച് നാൾ IT ഫീൽഡിൽ ജോലി ചെയ്തു. പിന്നെ അവന് അത് താല്പര്യമില്ലാതായി. അപ്പോൾ ബാങ്ക് ടെസ്റ്റുകളും അതേപോലെ PSC എക്സാമൊക്കെ എഴുതി. അങ്ങനെ 2-3 വർഷത്തോളം എഴുതി. ഒന്നും തന്നെ ശരിയാവുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, അതായത് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, മോനെ നീ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ ഞങ്ങൾ കുടുംബം, അതായത് ഞാൻ അഞ്ചരയുടെ അച്ഛൻ്റെ പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഞാനും എൻ്റെ കുടുംബവും, ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബം ഒന്നിച്ചാണ് ഞങ്ങൾ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നതും അതുപോലെ തന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നതുമെല്ലാം. അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു, മോനെ നീ മാതാവിൻ്റെ അവിടെ വന്ന് നമുക്ക് മാതാവിൻ്റെ പള്ളിയിൽ പോയി നമുക്ക് നല്ലവണ്ണം പ്രാർത്ഥിക്കാം. അങ്ങനെ അവൻ ഒരിക്കൽ പല ടെസ്റ്റുകളും എഴുതി. ഒരു ബാങ്ക് ടെസ്റ്റ് എഴുതി, പ്രിലിമിനറി പാസ്സായി, മെയിൻ ടെസ്റ്റ് പാസ്സായി. ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ ലാസ്റ്റായപ്പോൾ അവൻ ഫെയിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ നീ അമ്മയുടെ കൂടെ വായു, അമ്മ ഉടമ്പടി പുതുക്കാൻ പോകുന്നുണ്ട്. അപ്പം നീ അമ്മയുടെ കൂടെ വന്ന് മാതാവിനോട് വളരെ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ മോൻ ഇവിടെ വന്ന് മാതാവിനോട് വളരെ ഭക്തിയോടെ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. ഒരു ചൊവ്വാഴ്ചയാണ് ഞാനിവിടെ വന്നത്. ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വെള്ളിയാഴ്ച, അതായത് ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഉടമ്പടി പ്രാർത്ഥനയും കഴിഞ്ഞ് അവൻ റൂമിലേക്ക് ചെന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അതിലൊരു മെസ്സേജ് വന്നിരിക്കുന്നു, ന്യൂ ഇന്ത്യ അഷുറൻസിൽ അവൻ സെലക്റ്റായി എന്ന്. വളരെയധികം സന്തോഷം തോന്നി. പിന്നെയും അതായത് അവൻ ബാങ്ക് ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ സന്തോഷം പങ്കിടാനായിട്ട് മാതാവിനോട് പറയാനായിട്ട് ഞാനും അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടിയപ്പോൾ ഞാനും മകനും കൂടെ ഇവിടെ വന്നു. അങ്ങനെ എനിക്ക് കിട്ടിയ
സാക്ഷി ഞാനിവിടെ എഴുതി കൊടുത്തു. അതുപോലെ തന്നെ എൻ്റെ മോൻ അപ്പോയിൻമെൻ്റ് ഓർഡർ മാതാവിൻ്റെ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മോൻ പോയി ജോയിൻ ചെയ്തു. ഇപ്പോൾ അവൻ ന്യൂ ഇന്ത്യ അഷുറൻസിലാണ് ജോലി ചെയ്യുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം തന്നെ അവന് 2 ബാങ്കുകളിലും സെലക്ഷൻ കിട്ടി. ബാങ്ക് ഓഫ് ബറോഡയിലും കിട്ടി, അതേപോലെ തന്നെ കേരള ഗ്രാമീൺ ബാങ്കിലും കിട്ടി. പക്ഷേ മാതാവും ഈശോയും തന്ന ആദ്യത്തെ ആ ജോലിയിൽ തന്നെയാണ് ഇപ്പോഴും അവൻ തുടർന്നു പോകുന്നത്. അങ്ങനെ ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ മകന് ജോലി കിട്ടിയാൽ ആദ്യത്തെ ശമ്പളം മുഴുവൻ ഞാൻ കാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് നീക്കി വയ്ക്കുമെന്ന്. അങ്ങനെ എൻ്റെ മകൻ്റെ ആദ്യത്തെ ശമ്പളം ഒരു പൈസ പോലും കുറവ് വരുത്താതെ ഞാൻ കാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് നീക്കി വെച്ചു. പിന്നെ രണ്ടാമത് എനിക്ക് കിട്ടിയ അനുഗ്രഹം എൻ്റെ ഭർത്താവിന്, അതായത് എൻ്റെ ഭർത്താവ് ജോൺസൺ, അദ്ദേഹം ഒരു 20 വർഷത്തോളമായിട്ട് അദ്ദേഹം ഒരു പ്രമേഹ രോഗിയാണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്യും, നോക്കും. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ നോർമലായിട്ട് പോവുകയാണ്. അപ്പോൾ ഒരു ദിവസം ഡോക്ടർ പറഞ്ഞു, ഈ 10-60 വയസ്സൊക്കെ കഴിഞ്ഞില്ലേ, ഇനി ഒന്ന് തൈറോയിഡും കൂടെ ഒന്ന് നോക്കുക. തൈറോയിഡിൻ്റെ യാതൊരു ബുദ്ധിമുട്ടുകളോ ലക്ഷണങ്ങളോ എൻ്റെ ആൾക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഡോക്ടർ പറഞ്ഞു എന്നാലും ഒന്ന് തൈറോയിഡ് ഒന്ന് നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടറെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ TSH, T3, T4 എന്നീ കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞു. അങ്ങനെ അത് നോക്കിയപ്പോൾ TSH നോർമലാണ്, T3, T4 നോർമലിനേക്കാൾ വളരെ താഴ്ന്ന നിലയിലാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതെന്താ ഇങ്ങനെ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തപ്പോൾ അതിൽ കഴലകൾ കണ്ടെത്തി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഡോക്ടർ ഒരു ഫിസിഷ്യനാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻഡോക്രൈനോളജിസ്റ്റിനെ പോയിട്ട് കാണാൻ പറഞ്ഞു. അങ്ങനെ എൻഡോക്രൈനോളജിസ്റ്റിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ ഒരു ബ്ലഡ് ടെസ്റ്റും കൂടെ ചെയ്യാൻ പറഞ്ഞു. ഫ്രീ T3, ഫ്രീ T4 ഇത് 2 ചെയ്തു വരാൻ പറഞ്ഞു. അത് ചെയ്തു വന്നപ്പോൾ ഒരു കുഴപ്പവുമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു 6 മാസം കഴിഞ്ഞിട്ട് താൻ വീണ്ടും അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തു വരാൻ പറഞ്ഞു. അങ്ങനെ 6 മാസം കഴിഞ്ഞ് വീണ്ടും അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് ചെന്നു. അപ്പോൾ അതിൽ നോക്കിയപ്പോൾ ആദ്യമുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ കടലകൾ കണ്ടെത്തി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ശരിയാവില്ലല്ലോ, അപ്പോൾ നമുക്കൊന്ന് FNAC ചെയ്ത് നോക്കാം, കടലകളിൽ നിന്ന് കുത്തിയെടുത്ത് പരിശോധിക്കാം. അങ്ങനെ കടലകളിൽ നിന്ന് കുത്തിയെടുത്ത് പരിശോധന നടത്തി. ഈ സമയമെല്ലാം ഞങ്ങൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് വളരെ ഭക്തിയോടെ വിശ്വാസത്തോടു കൂടെ തീക്ഷ്ണമായി അമ്മ മാതാവിനോടും ഈശോയോടും ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ തൈറോയിഡ് ക്യാൻസറാണ്. അങ്ങനെ ഞങ്ങളാകെ തകർന്നു പോയി. അമ്മ മാതാവിനോട് ഈശോയോട് ഞങ്ങൾ വളരെ തീക്ഷ്ണമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്ത് തന്നെയായാലും ഇത് എത്രയും വേഗം ഇത് റിമൂവ് ചെയ്ത് കളയണം. അങ്ങനെ ഞങ്ങൾ ഡേറ്റ് എടുത്തു, ഞങ്ങൾ സർജറി ചെയ്തു. അങ്ങനെ അതിന് ശേഷം ഡോക്ടർ പറഞ്ഞു ബയോപ്സിക്ക് അയക്കാമെന്ന് പറഞ്ഞ് ബയോപ്സിക്ക് അയച്ചു. അങ്ങനെ 10 ദിവസം കഴിഞ്ഞ് ഞങ്ങളോട് റിസൾട്ട് വാങ്ങാൻ പറഞ്ഞു. അങ്ങനെ 10 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ റിസൾട്ട് വാങ്ങാൻ പോകുന്ന അന്ന് വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് ജപമാല ചൊല്ലി, മാതാവിൻ്റെ പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലി, ഉടമ്പടി തൈലം പൂശി, അങ്ങനെ ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ റിസൾട്ട് വാങ്ങാൻ പോയത്. അവിടെ ചെന്ന് ഡോക്ടർ റിസൾട്ട് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു മോനെ നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിൻ്റെ ശരീരത്തിൽ ഇപ്പം ക്യാൻസറിൻ്റെ ഒരു സെല്ലുകളുമില്ല, നീ സുഖമായിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇനി ഇടയ്ക്കിടയ്ക്ക് ഫോളോ അപ്പ് നടത്തിയാൽ മതി. ഇത്ര വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ അടുത്തതായിട്ട് 5 വർഷത്തോളമായി എനിക്ക് ഭയങ്കര മുട്ടുവേദനയായിരുന്നു. അപ്പോൾ പള്ളിയിൽ പോയിട്ട് മുട്ടുകുത്താനൊന്നും എനിക്ക് സാധിക്കുമായിരുന്നില്ല. അതേപോലെ കുടുംബ പ്രാർത്ഥനയിലൊന്നും മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഡോക്ടർ പറഞ്ഞു അസ്ഥി തേയ്മാനമാണ്, മുട്ടുകുത്തരുത്, ഒരിക്കലും മുട്ടുകുത്തരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് 2ാമത്തെ ഉടമ്പടി പുതുക്കലിന് ശേഷം ഞാൻ പതിയെ ഒന്ന് മുട്ടുകുത്താൻ തുടങ്ങി. അപ്പോൾ എനിക്ക് വേദനയുണ്ട് എങ്കിലും മാതാവിൽ വിശ്വസിച്ച് ഈശോയിൽ വിശ്വസിച്ച് ഉടമ്പടി തൈലൊക്കെ പുരട്ടി ഞാൻ മുട്ടിന്മേൽ നിന്നു തുടങ്ങി. ഇപ്പോൾ എനിക്ക്
യാതൊരു പ്രയാസവും കൂടാതെ എത്ര മണിക്കൂർ വേണമെങ്കിലും മുട്ടിന്മേൽ നിന്ന് എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. എനിക്കിപ്പോൾ യാതൊരു മുട്ടുവേദനയുമില്ല. ഇത്ര വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിന് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ കൊറോണ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വരും. അതുപോലെ തന്നെ ചുമയും കഫക്കെട്ടും, പിന്നീട് അത് ശ്വാസമുട്ടായി മാറി. അപ്പോൾ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇൻഹെയിലർ ഉപയോഗിക്കണം, മരുന്നുകൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 1-2 വർഷത്തോളം ഞാൻ ഇൻഹെയിലറും മരുന്നൊക്കെ ഉപയോഗിച്ച് അങ്ങനെ ഇതിനോടൊപ്പം തന്നെ മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കളും ഞാൻ ഭക്തിപൂർവ്വം ഉപയോഗിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഒരു ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു 1 വർഷം കൊണ്ട് ഞാൻ ഈ ആസ്മ മാറ്റി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇൻഹെയിലർ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 1-2 പ്രാവശ്യം ഡോക്ടറുടെ അരികിൽ പോയി. 3-ാമത്തെ പ്രാവശ്യം ഡോക്ടറുടെ അരികിൽ ചെന്ന് ഡോക്ടർ പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ തനിക്കൊരു കുഴപ്പമില്ലല്ലോ, ആസ്മയുടെ യാതൊരു ലക്ഷണങ്ങളും ഇപ്പോൾ തനിക്കില്ല, ഇനി താൻ മരുന്നും കഴിക്കണ്ട, ഇൻഹെയിലർ ഉപയോഗിക്കേണ്ട. അപ്പോൾ വളരെ സന്തോഷമായി. ഇത് അമ്മ മാതാവ് എനിക്ക് തന്ന വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത്, ഞാൻ എല്ലാ മാസവും പത്രം വായിച്ച്, അതായത് എനിക്ക് എല്ലാ മാസവും ഇവിടെ വരാൻ സാധിക്കുമായിരുന്നില്ല, എങ്കിലും ഞാൻ ഇവിടെ വരുന്ന ആളുകളുടെ കയ്യിൽ പൈസ കൊടുത്തയച്ചിട്ട് എല്ലാ മാസവും ഞാൻ പത്രം വരുത്തും. പത്രം വരുത്തി ഞാൻ ഓരോ പത്രത്തിന്മേലും വിശുദ്ധ തൈലം കൊണ്ട് കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി, അതായത് ഇത് കിട്ടുന്ന മക്കൾക്ക് ഈശോയുടെയും മാതാവിൻ്റെയും അനുഗ്രഹം ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ സമീപ പ്രദേശങ്ങളിലുള്ള എല്ലാ വീടുകളിലും കൊണ്ടുപോയി കൊടുക്കാറ്. അവരിതേപോലെ ഇവിടെ വന്ന് ഉടമ്പടി, അതായത് മാതാവിനോട് പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ്, അതേപോലെ അതേപോലെ തന്നെ ഉടമ്പടി ധ്യാനങ്ങൾ, ഇതൊക്കെ ഇതിലും ഒക്കെ കൃത്യമായിട്ട് ഞാൻ സംബന്ധിക്കുകയും അന്ന് തന്നെ ആ ചൊവ്വാഴ്ച ദിവസം തന്നെ ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. ശരിക്കും അച്ഛൻ്റെ ആ ഉടമ്പടി ധ്യാനം ശരിക്കും ഒരു ആത്മീയ ഭക്ഷണമാണ് നമുക്ക്. അതായത് മാതാവ് വഴി ഈശോയെ കൂടുതൽ അറിയാനും ഈശ്വരവിശ്വാസത്തിൽ ആഴമായി വളരാനും അച്ഛൻ്റെ ഓരോ ഉടമ്പടി ധ്യാനവും നമ്മെ സഹായിക്കുന്നുണ്ട്. ഒരു ഉടമ്പടി ധ്യാനവും ഞാൻ മുടക്കാറില്ല. അതുപോലെ തന്നെ മാതാവിൻ്റെ ഉടമ്പടി സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കുകയും, അതായത് എനിക്ക് വേദന വരുന്ന സമയങ്ങളിലെല്ലാം, മാനസികമായി വിഷമിക്കുന്ന സമയങ്ങളിലെല്ലാം അതായത് സാക്ഷ്യം കേൾക്കുകയും അതുപോലെ തന്നെ അത് ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട്. എല്ലാ സാക്ഷികളും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും പല ഗ്രൂപ്പുകളിലേക്കും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു പങ്ക് ഞങ്ങൾ അതായത് പാവപ്പെട്ട രോഗികൾക്കും അതേപോലെ ഞങ്ങളുടെ പരിസര പ്രദേശങ്ങളിൽ സാമ്പത്തികമായി പഠിക്കാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കൾക്കും ഞാൻ കൊടുക്കാറുണ്ട്. എല്ലാ മാസവും ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു കിഡ്നി ഡാമേജ് ആയ ഒരു മകനുണ്ട്. ഷുഗർ മൂലം കാഴ്ചയും പോയി. അങ്ങനെയുള്ള മകൻ്റെ ഇപ്പോൾ സർജറി, ഇപ്പം അടുത്ത് അമ്മയുടെ കിഡ്നി മാറ്റി വെച്ച് സർജറി ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആ മകന് കുറേ കാലമായിട്ട് ഞാൻ എന്നും എന്നെക്കൊണ്ടാവുന്ന ഒരു സഹായം എല്ലാ മാസവും ഞാൻ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയറിൽ രോഗികളെ കാണാൻ പോകാറുണ്ട്, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരോട് ക്ഷമിക്കാനും അതേപോലെ അവരോട് സൗമ്യമായി പെരുമാറാനുമെല്ലാം എനിക്ക് ഈ ഉടമ്പടി എടുത്തത് മൂലമാണ് എനിക്ക് സാധിച്ചത്. അതേപോലെ തീക്ഷ്ണമായിട്ട് ഇപ്പോൾ പ്രാർത്ഥിക്കാനും കൂടെ ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കാനും അമ്മ മാതാവിലൂടെ എനിക്ക് അനുഗ്രഹവും കൃപയും ലഭിച്ചു. അതുപോലെ തന്നെ പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അഗതി മന്ദിരമുണ്ട്. സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു അഗതി മന്ദിരമാണ്. എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ദിവസം ഞങ്ങൾ അവിടെ പോയി അവരോട് കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കുകയും അവർ കിടക്കുന്ന സ്ഥലമെല്ലാം അടിച്ചു വാരി കഴുകി വൃത്തിയാക്കുകയും അവർ ഉപയോഗിക്കുന്ന ടോയ്ലറ്റുകൾ കഴുകി വൃത്തിയാക്കുകയും ചെയ്യാറുണ്ട്. എല്ലാ ആഴ്ചയിലും ഞങ്ങൾ പോയി അത് ചെയ്യാറുണ്ട്.
പിന്നെ അതേപോലെ തന്നെ മാസത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. ഇതെല്ലാം ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഈ പ്രവൃത്തികളെല്ലാം ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. അങ്ങനെ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം, ആവേ മരിയ. എനിക്ക് ജോലി കിട്ടാൻ എന്നെ സഹായിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി ഞാൻ പറയും. എൻ്റെ പേര് നീത. ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. പരിശുദ്ധ കൃപാസന മാതാവും ദൈവകുമാരനും എൻ്റെ അനിയൻ്റെ ജീവിതത്തിൽ കൊടുത്ത വലിയൊരു രോഗസൗഖ്യത്തിന് നന്ദി പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ അനിയന് ഓഗസ്റ്റ് 13 ഒരു ബ്രീത്ത് ഇഷ്യൂ ഉണ്ടാവുകയും ഉടനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയും ചെയ്തു. അന്ന് തന്നെ വൈകിട്ട് രാത്രി ഒരു 10 മണിയായപ്പോൾ ആളുടെ കണ്ടീഷൻ മാറുകയും ആളെ ICUയിലേക്ക് മാറ്റുകയും ചെയ്തു. പിന്നീട് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും ഡോക്ടർ വിളിച്ച് പറയുകയാണ് ആളുടെ ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ്, അതുകൊണ്ട് വെന്റിലേറ്ററിലോട്ട് മാറ്റുകയാണെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞങ്ങൾ പരിശുദ്ധ കൃപാസനം മാതാവിനോടും ഈശോയോടും മുട്ടിപ്പായി പ്രാർത്ഥിച്ചിരുന്നു. ആള് വെന്റിലേറ്ററിലായിരുന്ന സമയത്ത് ആളെ CT സ്കാന് കൊണ്ടുപോയപ്പോൾ ഞാനും എൻ്റെ അമ്മയും മാതാവിൻ്റെ ഉടമ്പടി തൈലം തല തൊട്ട് പാദം വരെ ഞങ്ങൾ പൂശിക്കൊടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് പിറ്റേ ദിവസം ഡോക്ടർ വിളിച്ചിട്ട് പറയുകയാണ് നിങ്ങളുടെ അനിയൻ ഒരു 10% ബെറ്ററായി, മരുന്നുകളോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നതിന് ആൻസർ പറയുന്നുണ്ട്. അത് ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമായി തീർന്നു. പിന്നീട് ഞങ്ങൾ ICUയിൽ കയറുമ്പോഴെല്ലാം ഈ മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപവും എണ്ണയും ഞങ്ങൾ അവൻ്റെ കഴുത്തിലും ഉടമ്പടി തൈലം പൂശിക്കൊടുത്തിരുന്നു. വിശ്വാസ പ്രമാണം തുടർച്ചയായി ചൊല്ലിക്കൊണ്ടിരുന്നു. കൂടാതെ കാശുരൂപം അവൻ്റെ നെറ്റിയിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് 3-ാം ദിവസം ഡോക്ടർ വിളിച്ച് പറയുകയാണ് ആളെ ഞങ്ങൾ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുകയാണ്, ആൾ പൂർണ്ണമായി ഇപ്പോൾ ബെറ്ററായെന്ന് പറഞ്ഞു. അങ്ങനെ 4-ാമത്തെ ദിവസം വെന്റിലേറ്ററിൽ ആളുടെ ഹാർട്ട്, ലിവർ, കിഡ്നി 3ഉം ഫെയിലായി. ആള് ക്രിട്ടിക്കൽ സ്റ്റേജ്. ഡോക്ടർ പറഞ്ഞത് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുമെന്ന് മാത്രമാണ് പറഞ്ഞത്. ആ സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഈ കൊന്തയിലുള്ള കാശുരൂപം മാത്രമായിരുന്നു. ഞാൻ കൃപാസനം മാതാവിനോടും ഈശോനോടും മുട്ടിപ്പായി പ്രാർത്ഥിച്ചിരുന്നു. മാതാവെ അവനെ രക്ഷിച്ച് അവനെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി മാറ്റണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. അതുപോലെ തന്നെ മാതാവും ഈശോയും ഇടപെട്ട് അവനെ പൂർണ്ണ ആരോഗ്യം നൽകുകയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ വേണ്ടി ഇത് 2ാമത്തെ ജന്മമാണ്. ഡോക്ടറിന് പോലും ഇതൊരു മിറാക്കിൾ എന്നാണ് ഡോക്ടർമാരും പോലും പറഞ്ഞത്. പരിശുദ്ധ കൃപാസന മാതാവും ഈശോയും എൻ്റെ അനിയന് കൊടുത്ത വലിയ രോഗസൗഖ്യത്തിന് ഞാനും എൻ്റെ കുടുംബവും നന്ദി പറയുന്നു. പിന്നെ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് 2021 എടുത്തു. അതിനുശേഷം എനിക്ക് മാതാവ് ഒരു ജോലി തന്ന് അനുഗ്രഹിച്ചു. എൻ്റെ കുടുംബത്തിനും എൻ്റെ മോൾക്കും എൻ്റെ വീട്ടിലെല്ലാവർക്കും മാതാവ് ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന് സഹായിച്ചു. ഇതിനെല്ലാം ഞാൻ മാതാവിനോടും ഈശോയോടും നന്ദി പറയുന്നു. പിന്നെ ഞാൻ പേപ്പർ കൊടുക്കാൻ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി. ചില ആൾക്കാർ പെട്ടെന്ന് മേടിക്കും, ചില ആൾക്കാർ നമ്മളൊരു കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചിരുന്നു. ആദ്യമൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് ഇപ്പം എനിക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. ഞാനത് ഈശോയ്ക്ക് സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചാണ്. ഇപ്പോൾ ജോസഫ് അച്ഛൻ പറഞ്ഞ പോലെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോരുത്തർക്ക് കൊടുക്കുന്നത്. അങ്ങനെ ദൈവമാതാവും ഈശോയും എൻ്റെ കുടുംബത്തിൽ തന്നെ എല്ലാ അനുഗ്രഹത്തിനും ഞാനും എൻ്റെ കുടുംബവും നന്ദി പറയുന്നു.